എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മളിൽ പലരും പേടിച്ചു പോകാറുണ്ടല്ലേ? പേടിച്ചിട്ട് നമ്മളങ്ങ് സ്തംഭിച്ചു പോകും, നമ്മളങ്ങ് ഫ്രീസായി പോകും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ അവിടെ തന്നെ അങ്ങ് നിന്നു പോകും. പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടിട്ട് നമ്മളൊരു സാഹചര്യത്തിൽ എന്നെ കൊണ്ട് ഇത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പുറകോട്ട് വലിയും. ഇതൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പുറകോട്ട് പോകും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട്, അല്ലെ നമ്മളെ മനസ്സിലാക്കുന്നവർ എന്ന് നമ്മൾ കരുതുന്നവരോടൊക്കെ നമ്മളുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറയും, അല്ലേ? ദൈവവചനത്തിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ പലയിടത്തായിട്ടും കാണുന്നത് നമ്മൾ ആ പ്രശ്നത്തോട് വാ തുറന്ന് സംസാരിക്കാൻ അങ്ങനെ ദൈവവചനം പറയുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ഫിലിസ്ത്യൻ തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യൻ തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അപ്പോൾ ഇതൊരു പബ്ലിക്കിൽ നടക്കുന്ന സംഭവമാണ്. ഇത് ഒരു വിധത്തിൽ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കും, പബ്ലിക്കായിട്ട് ക്ഷുദ്രപ്രയോഗം ചെയ്യുകയാണ് ഗോലിയാത്ത് ദാവീദിനെതിരെ. നമ്മളൊക്കെ ആണെങ്കിലോ, ഒരാൾ നമുക്കെതിരെ വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നു കേട്ടാൽ തന്നെ നമുക്ക് ഭയം വരും, അല്ലേ? ഇത് ദാവീദിൻ്റെ മുൻപിൽ, എല്ലാവരുടെയും മുൻപിൽ, 2 രാജ്യങ്ങളുടെ മുൻപിൽ പബ്ലിക്കായിട്ട് ദാവീദിനെതിരെ വിച്ച് ക്രാഫ്റ്റായി ചെയ്യുന്ന ശപിക്കുക പബ്ലിക്കായിട്ട്, അവൻ്റെ ദേവന്മാരുടെ നാമങ്ങൾ ചൊല്ലി. അപ്പം ദാവീദിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയുമോ? ഭയപ്പെട്ട് അവിടുന്ന് ഓടിപ്പോയില്ല, നമ്മൾക്കറിയാം. പക്ഷെ ദാവീദ് അവിടെ ചെയ്ത ഒരു കാര്യം 47-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും എന്ന് ദാവീദ് വാ തുറന്ന് ഗോലിയാത്തിനോട് പബ്ലിക്കിൽ എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു. ദൈവവചനം പറയാണ്, മുൻപേ നിൽക്കുന്ന പ്രശ്നത്തോട് ദാവീദ് എന്ത് ചെയ്തു? സംസാരിച്ചു. ഇത് വളരെ ആഴമേറിയ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയുമെന്ന് ദാവീദ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ആത്മീയമായ ഒരു മർമ്മമുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് ഇച്ചിരൂടെ ആഴത്തിൽ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഈ ദാവീദ് ഈ പറഞ്ഞൊരു കാര്യം, എന്ത് ധൈര്യത്തോടു കൂടിയാണ് ദാവീദ് ഇത് പറയുന്നത്? എല്ലാവരും കേൾക്കെ ദാവീദ് പറയാണ്, നമുക്കറിയാം ദാവീദിൻ്റെ കയ്യിലൊന്നുമില്ല. ദാവീദ് പറയുന്നത് പബ്ലിക്കായിട്ടാണ് പറയുന്നത്, ഞാൻ നിൻ്റെ തല ഇന്ന് വെട്ടിക്കളയും. പക്ഷെ ദാവീദിൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എന്താ? നമ്മൾ കണ്ടു, ഒരു വടിയും 5 മിനുസമുള്ള കല്ലും. ഈ 5 മിനുസമുള്ള കല്ലും ഈ വടിയും വെച്ചിട്ട് എങ്ങനെ ഈ തല വെട്ടുന്ന കാര്യമാണ് പറയുന്നത്? കത്തിയില്ല, വാളില്ല, ഒരു നെയിൽ കട്ടർ പോലും ദാവീദിൻ്റെ കയ്യിലില്ല. പക്ഷേ ദാവീദിൻ്റെ കോൺഫിഡൻസ് കണ്ടോ? ഞാൻ ഇന്ന് നിന്നെ വീഴ്ത്തിയിട്ട് ഐ വിൽ സ്ട്രൈക്ക് യു ഡൗൺ ആൻഡ് ഐ വിൽ കട്ട് ഓഫ് യുവർ ഹെഡ്. ഞാൻ നിൻ്റെ തല വെട്ടിക്കളയും, ഛേദിച്ച് കളയും. അത് നമുക്കറിയാം. പിന്നീട് അവൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം അത് ഫുൾഫിൽ ചെയ്ത് കൊടുത്തു. ദൈവം പറഞ്ഞു, ഓക്കെ നീ പറഞ്ഞല്ലേ, ഇന്നാ നീ കൊന്നോന്നും പറഞ്ഞുകൊണ്ട് ദൈവം അതിനുള്ള സാഹചര്യം അവന് നൽകി കൊടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രശ്നത്തെ നേരിടുമ്പോൾ പ്രശ്നത്തോട് വാ തുറന്ന് സംസാരിക്കാനാണ് ദൈവവചനം നമ്മളോട് പറഞ്ഞത്. അവൻ വിശ്വാസത്തോടെ എന്ത് പറഞ്ഞോ അത് തന്നെ സംഭവിച്ചു. അവൻ്റെ കയ്യിൽ അതിന് ഉള്ള യാതൊരു സോഴ്സസും ഇല്ല. പക്ഷെങ്കിൽ അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ, അവിടെ മലയാളത്തിൽ പറയുന്നത്, ഇന്ന് ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. ആ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ തല വെട്ടിക്കളയാനുള്ള ഒരു സാധനവും കയ്യിലില്ലാത്തപ്പോൾ ദാവീദ് അത് പബ്ലിക്കലി ഡിക്ലെയർ ചെയ്തെങ്കിലും ആ ഒരു ദാവീദിൻ്റെ ആ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ആ ഡിക്ലറേഷനാണ് ദൈവം മാനിച്ചത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാണുന്ന മലയോട് ഇവിടുന്ന് അങ്ങോട്ട് മാറിപ്പോകാൻ പറഞ്ഞാൽ
പറഞ്ഞാൽ, തള്ളിയാലെന്നല്ല, പോയി തള്ളേണ്ട ആവശ്യമില്ല വിശ്വാസത്തോടു കൂടി, അല്ലെ ആൾക്കാരെ കൂട്ടി അതിനോട് കടന്ന് പോരാടേണ്ട ആവശ്യമില്ല. വാ തുറന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. സോ നമ്മുടെ സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക, അങ്ങനല്ല, സാഹചര്യത്തോട്, ആ പ്രശ്നത്തോട് നമ്മൾ വാ തുറന്ന് സംസാരിക്കുക. അതാണ് ദൈവവചനം പറയുന്നത്. കർത്താവ് അങ്ങനെ നമ്മളോട് പറയുക മാത്രമല്ല, കർത്താവ് അത് ചെയ്തും കാണിച്ചു കേട്ടോ. നമുക്കറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 39 39-ാം വാക്യത്തിൽ അവിടെ വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ കർത്താവ് അവിടെ കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കർത്താവ് കടലിനെ തൊട്ടോ ഒന്നും ചെയ്തില്ല, വാ തുറന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ദൈവവചനം വീണ്ടും 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 നമ്മളോട് പറയുന്നത്, നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മളെ വാ തുറന്ന പ്രശ്നത്തോട് നമ്മളൊന്ന് സംസാരിക്കണം. വരും ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് ഒത്തിരി വിവരണം ചെയ്യാറുണ്ടല്ലേ, പക്ഷേ ആ പ്രശ്നത്തോട് നമ്മുടെ ദൈവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേ. ദാവീദ് പറഞ്ഞ പോലെ ഗോലിയാത്തിനോട് ദൈവത്തെക്കുറിച്ച് പറയാം. നമ്മൾ പ്രശ്നത്തെ നോക്കി, ആ പ്രശ്നം എന്തുമാകാം, രോഗമാകാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, എന്ത് അസാധ്യം എന്ന് തോന്നുന്ന എന്ത് പ്രശ്നം, നമ്മൾ പലപ്പോഴും പ്രശ്നത്തോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതാ ദൈവവചനം പറയുന്നത്. പ്രശ്നത്തോട് കർത്താവ് കടലിനോട് സംസാരിച്ചു. കർത്താവ് പറയുന്ന മലയോട് സംസാരിക്കാൻ. മലയാണേലും കടലാണേലും ഗോലിയാത്താണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ വാ തുറന്ന് ഒന്ന് സംസാരിക്കാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. സോ വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രശ്നത്തെ നോക്കി, നമ്മൾ നേരിടുന്ന പ്രോബ്ലംസിനെ നോക്കി വാ തുറന്ന് സംസാരിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.